Sanju Shivaram to the show. Welcome, Cheta. Thank you. How are you doing? I'm super good. എന്താണ് ഭയങ്കര സ്റ്റൈലായിട്ടാണല്ലോ വന്നേക്കുന്നതെന്ന്? ഇല്ല ഇതാണ് സ്റ്റൈൽ ആണോ? നല്ല കിടല ലുക്കായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ട്രഡീഷനും ചേട്ടൻ ഭയങ്കര സ്റ്റൈലും. ഞാൻ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കല്യാണത്തിന് വന്ന പോലെ ഞാൻ ഈശ്വര എന്നിട്ട് ഞാൻ വന്നിട്ട് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കിടല ലുക്കായിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ഫേവറേറ്റ് ഷർട്ട് അതുകൊണ്ടാണ്. അതാണ് ഒരു ലക്കി ഷർട്ട് വല്ലതും ആണോ? അല്ല, ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇറ്റ് ലുക്സ് വെരി നൈസ്. താങ്ക് യു. ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ എ ബ്യൂട്ടിഫുൾ സക്സസ് ഓഫ് 1000 ബേബീസ്. താങ്ക് യു. സോ പ്രൗഡ് ഓഫ് യു. ഞാൻ ആക്ച്വലി പറയായിരുന്നു 1 year ago നമ്മൾ CCL മീറ്റ് ചെയ്തു. അപ്പം മാച്ച് കഴിഞ്ഞ പാടെ 1000 ബേബീസ് അല്ല, വേറൊരു സെറ്റിലേക്ക് ഓടുകയായിരുന്നു. പിന്നെ പറഞ്ഞു 6 to 6 ഷൂട്ടാണ്, നൈറ്റ് ഷൂട്ടാണ്, ഭയങ്കര ഹെക്റ്റിക് ആണ്. സോ ഹൗ യു കീപ്പിംഗ് അപ്പ് ഈ ഒരു റെക്കഗ്നിഷൻ? ഹൗ ഡു യു ഫീൽ? ഇത് ഇപ്പോഴായിരുന്നോ വരേണ്ടത്? കുറച്ച് നാൾ മുന്നേ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഡിസേർവ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എപ്പോഴോ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു സമയത്തും കാര്യത്തിലാണല്ലോ അതിനൊരു ദാറ്റ്സ് എ ജേർണി. അപ്പോൾ ഞാൻ സക്സസിനേക്കാളും ഞാൻ ഐ റാദർ ബിലീവ് ഇൻ ദാറ്റ് പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സ് ഇറ്റ് ടുക്ക് അറൗണ്ട് 10 to 12 years. അപ്പോൾ അതിന് പീരിയോഡിക്കലായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ആൻഡ് അതൊരു നല്ലൊരു എമൗണ്ട് ഇപ്പോൾ വന്നപ്പോൾ റെഡീമായി എന്നുള്ളതേ ഉള്ളൂ. സോ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. റെക്കഗ്നീഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും ഡസൻ മേക്ക് എസ് ഹാപ്പിയർ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ പ്രോസസ്സ് നമ്മൾ കുറേ കൂടി എൻജോയ് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെ 1000 ബേബീസ് സംഭവിച്ചു. അത് നല്ല റിസൾട്ടാണ്. ഒത്തിരി ആൾക്കാർ അതിനെപ്പറ്റി പറയും. എനിക്കൊന്ന് ഇതുവരെ ചെയ്ത സിനിമകളെയൊക്കെ കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സാധനമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു 4 ഡിഫറെൻ്റ് ഇതാണ്. അപ്പോൾ അങ്ങനെ 4 വ്യത്യസ്ത തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആസ് എ ഹോൾ നമ്മൾ സിനിമ എന്ന രീതി അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ലുക്സ് വെരി വെരി ഡിഫറെൻറ്റ്. പക്ഷേ അതിനെ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ അത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്തത്. കാരണം ഓരോ സമയം ഞാൻ ഓരോ ക്യാരക്ടറിന് ഷൂട്ട് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ചിങ് ഒരു സമയമുണ്ട്. ആൻഡ് വെൻ ഐ വാസ് ഷൂട്ടിംഗ് ഫോർ എ പെർട്ടിക്കുലർ പോർഷൻ ഞാൻ അന്നേരം അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഫോക്കസ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഈ 4 ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു ബിബിൻ എന്ന് പറയുന്ന ഒരു ബേസിക് ആളുടെ ചില ട്രേറ്റ്സ് മാത്രം ഒരു സാധനം മാത്രം തിൻ ലൈൻ മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ, ബാക്കി വേറെയാണ്. സോ ഇറ്റ് വാസ് ഈസി ബീങ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഞാൻ ഈ ഒരു 10 to 12 yearsന്റെ കണക്ക് പറഞ്ഞപ്പോഴാണ് ഡെഫിനറ്റ്ലി അതിന് മുന്നിലത്തെ ഒരു ലൈഫിൽ ഞാൻ കണ്ടു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, കോർപ്പറേറ്റ് ജീവിതം ജീവിച്ച ഒരാളാണ് അല്ലേ, ഒരു 9 to 5 ലൈഫ് വന്ന ഒരാളാണ്. ഹൗ ഡിഡ് യു എൻറ്റർ ഏർലി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ? അത് ടോട്ടലി ഡിഫറെൻറ്റ് വേറൊരു ലൈഫായിരുന്നു. കാരണം ഞാൻ അന്നേരം സിനിമ എനിക്ക് സ്വപ്നത്തിലുണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല ഇതിങ്ങനെ എത്തുമെന്ന്. പക്ഷേ നമ്മുടെ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ലൈക്ക് നമുക്ക് എങ്ങനെ വന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ എന്ത് ചെയ്താലും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കോർപ്പറേറ്റ് ലൈഫ് എനിക്ക് സക്സസ്ഫുൾ ആയിരുന്നു, എനിക്ക് സക്സസ് ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് നമ്മളെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ നമ്മളെ ഇങ്ങനെ അത് ഇതല്ല ചെയ്യേണ്ടത് നമുക്കപ്പോൾ എന്ന് വെച്ചാൽ ഒന്നിലും നമുക്ക് ഒരു സന്തോഷം കിട്ടില്ല. അപ്പം എനിക്ക് ഇവിടെ എത്തണമായിരുന്നു. സോ ഐ വാസ് വെരി ഡെസ്പെറേറ്റ്. അതാണ് എൻ്റെ ഫ്യൂലും. നമ്മളെ ഒരാളെ എനിക്ക് മനസ്സിലായിട്ട് സാധനം നമ്മൾ എത്രത്തോളം ഡെസ്പെറേറ്റ് ആണോ അത്രത്തോളം നമ്മളതിലേക്ക് എത്താനുള്ള ഒരു ഇത് തോന്നും. നമ്മൾ മറ്റുള്ളത് കാണുമ്പോൾ, ഒരു സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അത് എനിക്കെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ എവിടെയോ കണ്ടൊരു സംഭവമാണ്, അതായത് ഈ അസൂയ തോന്നുക എന്ന് പറയുന്നൊരു നല്ല ക്വാളിറ്റിയാണെന്നും. അപ്പോൾ നമുക്ക് അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിൽ ഗേറ്റ്സിനോട് അസൂയ തോന്നില്ല ആൾക്കാർക്ക്, തോന്നില്ല നമുക്ക്. അല്ലെങ്കിൽ അതുപോലെ ഇപ്പം അംബാനിയോട് നമുക്ക് അസൂയ തോന്നില്ല. പക്ഷേ നമുക്ക് ചില ആൾക്കാരോട് നമുക്ക് അസൂയ തോന്നും, ബിക്കോസ് വി നോ ദാറ്റ് വി ക്യാൻ ബിക്കം ദാറ്റ്. അപ്പോൾ നമുക്കതാവണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെ അതൊരു നല്ല ക്വാളിറ്റിയാണ് ഞാനിങ്ങനെ എവിടെ കണ്ടു. അപ്പം നമുക്ക് അന്ന് ആ സിനിമകളൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്കും അഭിനയിക്കണമല്ലോ, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ആ ഡെസ്പിറേഷനും ഒക്കെ ഇതിന് ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ദാറ്റ് വർക്ക്ഡ് ഔട്ട്. അങ്ങനെ കുറേ നാളത്തെ ഒരു പ്രോസസ്സുണ്ട്, അതിന് കുറേ നാളത്തെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും ചിലപ്പോൾ. ഞാൻ അന്നേരം ജോലി വിടാനുള്ള ബട്ട് ഐ കുഡൻറ്റ്. ആ സമയത്ത് നമ്മൾ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊന്നും വെച്ച് പറ്റില്ല. ഹാഡ് ലോൺസ്, അപ്പോൾ അതൊന്നും കൊണ്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ അന്നത്തെ ജോലി റിസൈൻ ചെയ്തു. ഞാൻ ഐ ടുക്ക് അപ്പ് സം അതർ ജോബ്. അത് എന്നെ ആ സമയത്ത് ഞാൻ ഡ്രോ ചെയ്ത സാലറിയേക്കാളും കുറഞ്ഞ സാലറിക്കാണ് ഞാൻ വരുന്നത്. ബിക്കോസ് ഐ വോണ്ടഡ് ടു ബി ഇൻ കൊച്ചിൻ ആൻഡ് ഐ വോണ്ടഡ് ടു ബി ഇൻ മാർക്കറ്റിംഗ്. അതായത് എനിക്ക് ഓഫീസിലിരിക്കുന്ന ഞാൻ പഠിച്ചത് ഫിനാൻസാണ്, പക്ഷേ ഐ ടുക്ക് അപ്പ് മാർക്കറ്റിംഗ് ജോബിൽ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ
ഇപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്ക് പുറത്ത് പോകാം, എനിക്ക് ഫുൾ ടൈം അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിലേക്ക് വരാനും ഞാൻ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തു. അതൊക്കെ എൻ്റെ ഒരു ഞാൻ എടുത്ത റിസ്കുകൾ അത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് സംഭവിച്ചു, ആൻഡ് പടിപടിയായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് സംഭവിച്ചു. ആൻഡ് എനിക്കൊന്ന് ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഐ റിസൈൻഡ്. ഫസ്റ്റ് സിനിമ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ ആ സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വലിയ കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമായിരുന്നു. അതിലുള്ള കഷ്ടപ്പാടൊക്കെ തീർന്നു. പിന്നെ മാസം ശമ്പളം വരില്ല. പിന്നെ അങ്ങനെ കഷ്ടപ്പാട് ഇങ്ങനെ നീണ്ടു ഞാൻ ഒരു 10-13 വർഷമായി ഇങ്ങനെ പോകുന്നു. ആദ്യം ഈ ഡിസിഷൻ എടുത്തപ്പോൾ വീട്ടുകാരെന്താ പറഞ്ഞത്? അതുപോലെ സ്കെപ്റ്റിക്കൽ അതോ ഭയങ്കര സപ്പോർട്ടായിരുന്നോ? ഭയങ്കര സപ്പോർട്ടൊന്നും ഒരിക്കലും ഇല്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര എന്നോടുള്ളൊരു ഇമ്പ്രഷൻ തന്നെ, ഞാൻ നന്നായി പഠിച്ചു, ജോലിയൊക്കെ വാങ്ങിച്ചു, നല്ല അവസ്ഥയിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്നാണ് ഞാനത് പൊട്ടിച്ചെറിഞ്ഞ് ഇതിലേക്ക് വരുന്നത്. അപ്പം പക്ഷേ ആരും എന്നെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു എനിക്കിത് ചെയ്യണം. പക്ഷേ എൻ്റെ ഇൻലോസിനെ മാത്രമേ ഞാൻ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുള്ളൂ. കാരണം അത് കുറച്ച് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യണമല്ലോ, അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ എവിടെ നിന്നും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ഡിസിഷൻസ് എടുത്തത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ലൈഫ്, എൻ്റെ എല്ലാ ഒട്ടുമിക്ക ഡിസിഷൻസും